നമ്മുടെ നാട്ടിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും RSSന് വലിയ വിഷമമുണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തുവെന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. സർ, അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ. പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് സർ. ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിനൊരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തത്? അപ്പോൾ അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാരിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ സർ. അടുത്ത ദിവസമാണല്ലോ നമ്മുടെ AKG സെൻറ്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു KPCC പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് സർ? അപ്പോൾ നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ SFIയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്തരം അധിക്ഷേപം നടത്തുന്നതിൻ്റെ അതിര് വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സർ. നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം. ഏതായിരുന്നു ബഹളം? എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത് സർ. ഇതേ ആള്, ഈ ചാപ്പ കുത്തപ്പെട്ട ആള്
അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ, ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ? സർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ? സർ, ഇവിടെ SFIയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്.